ഗൈസ് ഞങ്ങൾ കാവ്യ ചേച്ചിനെ വിളിക്കാൻ പോവാണ്. ലീലാപ്പി ഗുഡ് മോർണിംഗ്. ഇവിടെ റേഡിയോ പാടുന്നുണ്ട്. നമുക്ക് കാവ്യ ചേച്ചിനെ പൊന്നൊക്കെ വിളിക്കാൻ പോവാം. കാവ്യ കാവ്യേ ഗാവ്യേ ഗാവ്യലക്ഷ്മി പൊന്നൊക്കെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്പോട് വിളിച്ചേ നീക്കാൻ പറ കാവ്യോടൊക്കെ. അമ്മ വന്നേക്കണ്. ആ ലൈറ്റ് ഇടാൻ പോകുന്ന കായ്. പൊന്നോക്കെ പൊന്നോക്കെ എണീക്കൂ. പൊന്നോക്കെ എണീക്ക്. കാവ്യ ചേച്ചി എണീക്കൂ. എണീക്കൂ കാവ്യ ചേച്ചി. കാവ്യ ചേച്ചി പൊന്നു ചേച്ചി എണീക്കാൻ പറഞ്ഞ നമ്മുടെ കാവ്യൊക്കെ പൊന്നോക്കിയോടെ എണീക്കാൻ പറ. പൊന്നോക്കിയോടെ എണീക്കാൻ പറഞ്ഞേ. ഇവൻ കാവ്യനെയും പൊന്നൂനെയും കാവ്യ നാട്ടകേസ് വിളിക്കുന്നത് അല്ലേ? അപ്പൊ നോ ഇങ്ങനെ പറയുന്ന യോ. കാവ്യ ചേച്ചി ഗുഡ് മോർണിംഗ്. ഓ പൊന്നോക്കെ എണീക്കടി. ഇല്ലാത്ത പിടിച്ച പോവാഴ്ച വേണിപ്പിക്കും ഞാൻ. ഇല്ലതേ. അപ്പൊ ഗൈസ് ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. അമ്മയ്ക്ക് നാണം വരുന്നു. അമ്മ രാവിലെ തന്നെ ചായ നാട്ടോ സ്റ്റാർട്ട് ചെയ്യണം. അമ്മ മധുരമില്ലാത്ത ചായയല്ലേ? മധുരമില്ലാത്താണ് ഗൈസ്. അമ്മ ചായ അമ്മ അച്ഛനും രാവിലെ മധുരമില്ലാത്ത ചായയാണ് കുടിക്കുക. അപ്പോൾ രാവിലെ അമ്മ സ്റ്റാർട്ട് ചെയ്യണത് ഒരു മധുരമില്ലാത്ത ചായ എന്നാണ്. പക്ഷെ അമ്മയ്ക്ക് ഇപ്പം ചിരി വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത് ഇപ്പോൾ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടാവും. കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ചിരി കുടിക്കണം കഴിച്ചു. അപ്പോൾ അമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചായ എന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കിനി മുഴുവനായിട്ട് അമ്മയുടെ ഒരു ഫുഡ് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഫുഡ് ഉണ്ടാക്കാൻ പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് അമ്മ ഇവിടെ ഉള്ള ഈ ചപ്പൊക്കെ കൂട്ടി കത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ നിന്നിട്ട് ചപ്പെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ഞാൻ ഗോതമ്പാണ്, ഗോതമ്പും ഉപ്പുമാവ് ഞാനും അച്ഛനും ഗൈസ്. അമ്മയൊക്കെ സ്പെഷ്യലാണ് ഇന്നത്തെ ഫുഡ്. അമ്പുടെ ഉറക്കത്തിന് എണീറ്റിട്ട് ഇതാ എണീറ്റ് വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ കളറില്ല കേട്ടോ, ഇവിടെ ഒരു വെട്ടമാണ് എപ്പോഴും. പോകുന്നു കൊടുത്താ ആണോ? എന്നാ ബാ. അവന് ഹാപ്പി പാത്രം കണ്ടപ്പോൾ അവന് ഹാപ്പിയുടെ ഓർമ്മ. അതിൽ ഞാൻ ഇവിടുന്ന് വെറുതെ ഇങ്ങനെ മുറിക്കുന്ന പോലെ കാണിച്ചു കൊടുത്തു. ഹാപ്പി മുറിക്കേണ്ട അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ ലീലാമ്മയ്ക്കൊരു കഷ്ണം കൊണ്ടുകൊടുത്തു. അത് കഴിഞ്ഞ് ജയാമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. അമ്മയ്ക്കില്ലേ ഹാപ്പി? എവിടെ? ആ താ കിടുവിൻ്റെ ടീഷർട്ട് ഇടാ വരുന്നത് ഗൈസ്. അത് എത്ര ഇറക്കവന്. ആ അമ്മയ്ക്കില്ലേ ഹാപ്പി? ലീലാമ്മയ്ക്കോ? ഓ കൊടുക്ക്. അമ്മ ഓ കൊടുത്താ. ഇനി അമ്മയ്ക്കോ? അമ്മയ്ക്കുണ്ടോ? തായ തായ തായ. ആ കേക്ക് എടുത്തോ. അമ്പടൂന് കേക്ക് തരട്ടെ നീ. ആ വിളി. അമ്പടൂന്ന് ഡാൻസ് കളിച്ചേ. ഹാപ്പി. അമ്മ ഇനിയിപ്പോ കേക്കിന്റെ അഭിഷേകം ഇവിടെ. കണ്ണാ എന്തോ ഇത്? ബാബയാണോ ഇത്? അമ്മ ബാബ കോയി ബാബ ഉണ്ടാ? ഹായ് ഹായ് പറഞ്ഞേ. അമ്മയ്ക്കും ഉണ്ടാ? അമ്മച്ച് പേടിയാ ബാബയെ പിടിക്കാൻ. അമ്മച്ചുണ്ടാ? ഗൈസ് അപ്പൊ അമ്മ അവിടെ കോരിയിട്ട് കത്തിച്ചതിന് ശേഷം അമ്മതാ ഇന്നലെ രാത്രി എന്തൊക്കെയാ ഇട്ടത്? ചുമന്നുള്ളി. അന്നലത്തെ ചോറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിൽ ഇച്ചിരി ചുമന്നുള്ളിയും ചതച്ച് ഇട്ടിട്ട് ഇന്നലെ വെച്ചായിരുന്നു കേട്ടോ. 2 പ്ലേറ്റ്. എന്താ പിന്നെ? ഓ സോറി പിന്നെ.
ഈ 2 പ്ലേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വിഷ്ണുട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷ്ണുട്ടൻ ഇന്ന് രാവിലെ പഴങ്കഞ്ഞി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ 2 പേർക്കും അമ്മ പഴങ്കഞ്ഞി എടുക്കുകയാണ്. പഴങ്കഞ്ഞി മോരും മുളകൊക്കെ ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വിഷ്ണുട്ടൻ ഇന്നൊരു പൊളിക്കും. എനിക്ക് പൊളിക്കാൻ വയ്യെന്നോ? എനിക്ക് ഡയറ്റാ വിഷ്ണുട്ടൻ. അയ്യോ ദേ അമ്മ കഴിക്കുന്നത് കണ്ടോ? നിനക്ക് ഇതുപോലെ വേണോ? ദേ കഞ്ഞി തൈര കുഴിച്ച് വേണോ? തരാട്ടോ. കഴിക്കോ പാത്രത്തിൽ തന്ന? ഓക്കെ ഡൺ. അമ്മമ്മ തരട്ടെ? ഓക്കെ തരട്ടെ. വേണ്ടേ? അമ്മയോ? അമ്മയ്ക്ക് വേണ്ട. അപ്പൊ ഗായ്സ് വിഷ്ണുട്ടൻ തൈരൊക്കെ ഒഴിച്ച് ദേ അതില് മുളകിട്ട്, അമ്മ അപ്പുറത്ത് തൈര് ഒഴിച്ച് മുളകിട്ട് കഴിക്കും. മുളകോ? അല്ല, കൊച്ചുള്ളിയും ഉപ്പും ഇട്ട് വെച്ചായിരുന്നു. അത് കുഴച്ച് മമ്മ തിന്നുന്നു. അമ്മേ കിസാ മുളകൊക്കെ കടിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കണം. തൈരൊക്കെ കൂട്ടിയിട്ട് അമ്പോ പൊളിയായിരിക്കും. വിഷട്ടാ. പണ്ട് ഇവള് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ അറുപാട് ഒരു ഹോട്ടലിൽ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പഴങ്കഞ്ഞി ഇതുപോലെ തലേദിവസം ഉള്ളിയൊക്കെ ഇട്ട് കാന്താരി, പപ്പടം, മത്തി വറുത്തത്, മുളകിടിച്ചത്, മങ്ക് വറുത്തതുണ്ട്. പിന്നെന്തോ ഒരു കറി കൂടെ, മത്തിക്കറി പറ്റിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനെ ഇങ്ങനെ പഴങ്കഞ്ഞി കുടിക്കുമ്പോ ഒത്തിരി ഇടുന്ന ഇഷ്ടമല്ല എനിക്ക്. കൊച്ചുള്ളിയും മറ്റേ മുളകിടിച്ചതും മുളകും വിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് പഴങ്കഞ്ഞി. നമ്മള് കഴിച്ചു വന്നതിന് ശേഷം ഞാൻ കുറച്ച് കഴിയുമ്പോ തന്നെ കിട്ടും. പഴയ പദാർത്ഥങ്ങള്, പഴയ ഫുഡുകൾ വിൽക്കരുതെന്ന് പറഞ്ഞു. അത് പഴയ തലേദിവസ സാധനമല്ലേ. അപ്പൊ എന്തായാലും അവര് കഴിക്കട്ടെ. ഈ ബാക്കിൽ കാണുന്ന ഈ പെട്ടിയും അവിടെ ഇരിക്കുന്ന ചിലപ്പോൾ ആരെന്തെങ്കിലും പറയും. അത് ഞങ്ങള് ടെറസിലേക്ക് കയറ്റി വെക്കാം. അതായത് ചുനാക്കയുടെ അവിടെ ടെറസിൽ കയറ്റി വെക്കാൻ വേണ്ടി പുറത്തോട്ട് വെച്ചാട്ടോ. റൂം വൃത്തിയാക്കി പുറത്തോട്ട് വെച്ചതാണ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ കഴിക്കും. അപ്പം ഗായ്സ് അമ്മയുടെ ഉച്ചക്കത്തെ ഫുഡിലേക്ക് കിടക്കാം. അപ്പം അമ്മയുടെ ഉച്ചത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറുണ്ട്, അയിലക്കറിയുണ്ട്, പിന്നെ ബീൻസ് തോരനുണ്ട്, നങ്ക് വറുത്തതുണ്ട്. ഇത് മറ്റേ മത്തനും വെള്ളപ്പയറും എലിശ്ശേരി അല്ലേ? പയറിട്ടില്ലല്ലേ? മത്തൻ എലിശ്ശേരി ഉണ്ട്, പിന്നെ നങ്ക് കറിയുണ്ട് കേട്ടോ. ഇന്നത്തെ ഉച്ചത്തെ അമ്മയുടെ ഫുഡ് ഇതാണ്. കുശാലായി ഇത് കണ്ടോ. ഇനി അമ്മ ഇരുന്ന് അതെല്ലാം തിന്നും. പിന്നെ അതാ വിഷ്ണുട്ടൻ ഇവിടെ ഉണ്ട്. വിഷ്ണുട്ടൻ അതാ കഴിച്ചോണ്ടിരിക്കുന്നു. വിഷ്ണുട്ടൻ എന്താ ഇട്ടേട്ടാ? ഇതും കൂടെ നോക്കുമോ, മുഖം ഒന്ന് കാണട്ടെ. വാ. വിഷ്ണുട്ടനും അതൊക്കെ തന്നെയാണ്. എല്ലാം കൂടെ കൂട്ടി ചോറ് സാമ്പാർ, പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അച്ചാറ് തീർന്നു. അച്ചാറ് ഇപ്പം ഇട്ടത്, പക്ഷെ പെട്ടെന്ന് തീർന്നു. കാര്യം വാരിക്കോരി തിന്നുമായിരുന്നു എല്ലാവരും കൂടെ. അപ്പം അത് കാരണം പെട്ടെന്ന് അങ്ങ് തീർന്നു കേട്ടോ. സോ അമ്മയുടെ ഇന്നത്തെ ഫുഡ് ഇതാണ് ഗൈസ്. അതിന്റെ ഫ്രണ്ട് കൂടെ ചെല്ല, പുറകെ കൂടെ ചെല്ല. അയ്യോ താഴെ തൊട്ട് വക്കൂലേക്ക് കണ്ട. അപ്പൊ കൈസ് ഒരാൾ കണ്ടോ, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം എടുത്തിട്ടപ്പോ അതേണ്ട ഒരാൾ അവിടെ കയറി കിടക്കും. വർക്കൗട്ട് ചെയ്യാണോ? ആണോ? എങ്ങനെയാ അമ്മ വർക്കൗട്ട് ചെയ്യുന്ന? അമ്മ എങ്ങനെയാ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുന്ന? ഞാൻ കിടന്നിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കയറി ദേഹത്ത് കയറിയിരിക്കും ഗൈസ്. ഞങ്ങൾ വീഡിയോസ് അങ്ങനെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ആ ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലാവുണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, റീലൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഫുഡൊക്കെ നമ്മൾ സ്റ്റോറിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, ഡയറ്റിൻ്റെ ഫുഡൊക്കെ. അപ്പോൾ അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വെറുതെ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഇൻസ്റ്റയിലുള്ളവർക്കൊക്കെ. പമ്പടു തുടങ്ങാം. ഓക്കെ ഗൈസ്, ഞാൻ 5 കിലോ കുറഞ്ഞു കേട്ടോ. ഇനി 6ാമത്തെ കിലോയിലേക്കുള്ള പോക്കാണ് പോകുന്നത്. എന്താ പിന്നെ? അപ്പോൾ ഗൈസ് രാത്രിത്തേക്കാണെന്നുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ
എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് അമ്മ ഉണ്ടാക്കുന്നത് അറിയാം. ഇതിങ്ങനെ അമ്മ ചട്ടിയിൽ ഇങ്ങനെ പരത്തും. അത് എനിക്ക് ആ ഒരു അളവിൽ വെള്ളം ഒഴിച്ച് അതിങ്ങനെ പരത്താൻ അറിയില്ല. അപ്പോൾ അമ്മ അത് കാരണം അത് ചട്ടിയിലിട്ടിട്ട് തന്നെ ഇങ്ങനെ പരത്തുകയാണ് ചെയ്തത്. അത് കാരണം അമ്മ അതെനിക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും അമ്മ അത് തന്നെയാണ് ഉണ്ടാക്കണത്. അത് നമ്മൾ ജസ്റ്റ് ഗോതമ്പ് മാവിൽ മറ്റേ ഉപ്പും പിന്നെ അതുപോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു മീഡിയം സൈസിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിങ്ങനെ പരത്താൻ പാകത്തിന്. എന്നിട്ട് അത് ചട്ടി ചൂടാകുമ്പോഴത്തേന് അത് ചട്ടിയിലേക്ക് ഒരു ഉരുളിട്ടിട്ട് ആ ചട്ടിയിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയെടുത്ത് പിന്നെ 2 സൈഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന്. എന്നിട്ട് അത് 2 സൈഡും ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക.